ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കാണിക്കുന്ന ധാവണിയുടെ സ്കേർട്ട് ഉണ്ടല്ലോ, ആ ഒരു പട്ടുപാവാടയുടെ സ്കേർട്ട് തന്നെ, പ്ലീറ്റഡ് സ്കേർട്ട്, ആ ഒരു സ്കേർട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഇത് ചുങ്കിടി സാരി എന്ന് പറയുന്ന കോട്ടൺ സാരിയാണ് വരുന്നത്, വിത്ത് ബ്ലൗസൊക്കെ ആയിട്ട് വരുന്ന സാരിയാണ്. നമുക്ക് സ്കേർട്ടിന് 4 മീറ്റർ മാത്രമേ ആവശ്യമുള്ളൂ. ഞാനിതിൽ 4 മീറ്റർ എടുക്കുന്നുള്ളൂ, ബാക്കി ബ്ലൗസിനും അങ്ങനെയൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. ഇതിൽ ബോർഡറൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, എന്താ പറയുക, ഷോളിൽ ബോർഡർ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്, കാരണം നമുക്ക് സ്കേർട്ടിന് ഇതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഒരു പോർഷനൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് സ്കേർട്ടിൻ്റെ ഇതാണ് കാണിക്കുന്നത്. മുന്നേ ഞാൻ ഒരു സ്കേർട്ട് വീഡിയോ പ്ലീറ്റഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കമൻസ് വന്നത് ഒരു അവിടെ ഇവിടേക്കായിട്ട് ഒരു ക്ലിയർ ആവാത്ത പോലെ തോന്നിയ ആൾക്കാർക്ക്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എന്തായാലും അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച്, പക്ഷേ കുറച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ കിട്ടും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സൈഡിലുള്ള ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി നമുക്കിതിൽ സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ലെങ്ത്തും മാർക്ക് ചെയ്യണം, പിന്നെ ആ ഒരു ബോർഡർ കട്ട് ചെയ്ത് കളയാൻ വേണം. എത്രയാണ് ലെങ്ത്ത് എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് 40 ആണെങ്കിൽ 40 ലെങ്ത്ത് മാർക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബോർഡർ കൂടി വരും കേട്ടോ, ബെൽറ്റ് വരുമല്ലോ. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് വേണം എപ്പോഴും ലെങ്ത്ത് എടുക്കാൻ വേണ്ടി. ഇപ്പോൾ 40 നിങ്ങളുടെ ലെങ്ത്ത് ആണെങ്കിൽ 38, 39 ഒക്കെ എടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ബെൽറ്റ് കൂടി വരുമ്പോഴത്തേന് ലെങ്ത്ത് ഓക്കെ ആവും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെപ്പോഴും സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത്. അതിൽ ബെൽറ്റ് വരും എന്നുള്ളത് എപ്പോഴും നമുക്കൊരു ഇത് വരണം, ഓർമ്മ വരണം. ഇനി ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് ആ ഒരു ബോർഡർ ഞാൻ കട്ട് ചെയ്ത് കളയണം. ആ ബോർഡർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോളിൽ യൂസ് ചെയ്യാം, സൈഡിലൊക്കെ ബോർഡർ വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു പ്ലീറ്റിൻ്റെ ഇൻടേക്കും പ്ലീറ്റ് സൈസും കാര്യങ്ങളൊക്കെ അറിയണം. ആ ഒരു മെഷർമെൻറ്റ് മെയിനാണ്. അപ്പോൾ അതാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത്. മുന്നേ ചെയ്തപ്പോൾ ഇതിൽ ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക്, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാം. ഇതിൽ ഫാബ്രിക് ഞാൻ എടുക്കുന്നത് 4 മീറ്ററാണ്. 4 മീറ്റർ ഫാബ്രിക്കാണ് നമ്മൾ സ്കേർട്ടിന് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മളെ കയ്യിൽ ഫാബ്രിക് ഇത്ര ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ 158 ഇഞ്ചാണ് 4 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 158 ഇഞ്ചാണ് 4 മീറ്റർ വരുന്നത്. അത് നമ്മൾ ആദ്യമേ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചാൽ മനസ്സിലാവും. ഇനി അതിലൊരു കാൽക്കുലേഷൻ പറഞ്ഞാൽ നിങ്ങളെ തെറ്റിക്കുന്നില്ല. 158 ഇഞ്ച് 4 മീറ്റർ, അതേപോലെ 3 മീറ്റർ ആണെങ്കിൽ ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരളവുണ്ടാവും. ഇനി അതിൽ നിന്ന് 158 ഇവിടെയാണ് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നത്. മുന്നേ നമുക്ക് 2 ഭാഗത്തും എന്ത് ചെയ്യണം, ഒരു തയ്യൽ തുമ്പ് എക്സ്ട്രാ വിടണം. അപ്പം 4 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്, ഓക്കെ, സീം അലവൻസിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് ഞാൻ ഇതിൽ നിന്ന് മൈനസ് ചെയ്യാണ്. അപ്പം 4 ഇഞ്ച് മൈനസ് ചെയ്തപ്പോൾ 154 ആയി. അപ്പോൾ ഈ 154 നമ്മൾ എന്ത് ചെയ്യുക, അതവിടെ സെറ്റ് ചെയ്ത് അത് ഓക്കെ. അതാണ് നമുക്ക് ഇനി അടുത്ത കാൽക്കുലേഷനിലെല്ലാം നമ്മൾ അതാണ് യൂസ് ചെയ്യുക. ഈ 4 ഇഞ്ച് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഈ സൈഡിൽ ബെൽറ്റൊക്കെ ഇടുമല്ലോ, അവിടെ നമുക്ക് സീം അലവൻസ് വേണമല്ലോ, ആ ഒരു സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് അത് ഞാനൊന്ന് മൈനസ് ചെയ്തതാണെന്ന് വിചാരിക്കാം. ഇനി വേസ്റ്റ് റൗണ്ട് എത്രയാണ്, നിങ്ങളുടെ അരയുടെ വേസ്റ്റ് റൗണ്ട്, ആ റൗണ്ട് ഉണ്ടാവുമല്ലോ ബെൽറ്റൊക്കെ ഇടുന്ന, അത് എത്രയാണെന്നുള്ളത് ഞാനതിൽ എൻ്റെ സൈസ് 30 കൊടുത്തിട്ടുള്ളത്. പ്ലീറ്റ് സൈസ് എത്ര വലിപ്പത്തിലുള്ള പ്ലീറ്റ് വേണം, 1 ഇഞ്ചാണോ 2 ഇഞ്ചാണോ 3 ഇഞ്ചാണോ അത് നിങ്ങൾ തീരുമാനിക്കുക. ഞാനിതിൽ 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള പ്ലീറ്റാണ് എനിക്ക് ആവശ്യം എന്നുള്ളതുകൊണ്ട് ഞാൻ 1 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതും എടുക്കാം, അപ്പോൾ അതിനനുസരിച്ചിട്ട് കണക്ക് മാറും. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ 1 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്കൊരു എന്താ പറയുക, ഫോർമുലയുണ്ട്. പ്ലീറ്റ് ഇൻടേക്ക് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്ലീറ്റ് ഇൻടേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക് ലെങ്ത്ത് ഞാൻ എഴുതുന്നതിനനുസരിച്ചിട്ടാണ് പറയുന്നത്, മൈനസ് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ്. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ഒരു ഫോർമുല എന്ന് പറയും. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മളിലേക്ക് എന്താ പറയുക എല്ലാത്തിനും കണക്കുണ്ട് നമ്മളിൽ. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ള ഇതാ ഫാബ്രിക് ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ സംഭവമാണ് എടുക്കേണ്ടത്, 154. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൈനസ് ഒക്കെ ചെയ്ത് വെച്ചതാണ്. ഇതിൽ നിന്ന് സീം അലവൻസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ച സാധനമാണ്. അപ്പോൾ 154 മൈനസ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്ന സംഭവം നമ്മളിവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സൈസിനനുസരിച്ചിട്ട്, അത് 28 ആണ് 28 കൊടുക്കുക, 34 ആണ് 34 കൊടുക്കുക. ഓക്കെ, അത് നിങ്ങളുടെ സൈസിനനുസരിച്ച് മാറും. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ്. ഈ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എത്രയാണെന്നുള്ളത് 1 ഇഞ്ചിൽ 30 എന്താ പറയുക 30 വരുന്നതല്ലേ. അപ്പോൾ 1 ഇഞ്ചിൽ 30 പ്ലീറ്റാണ് കിട്ടുക. ഞാൻ 1 ഇഞ്ചാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഈ 2 എടുക്കുന്നതാണ് അതിനനുസരിച്ചിട്ട്, 3 എടുക്കുന്നതാണ് അതിനനുസരിച്ചിട്ട് പ്ലീറ്റ്സ് മാറി മാറി വരും. അതെപ്പോഴും നോക്കുക. ഈ 1 ഇഞ്ചിൽ 30 പ്ലീറ്റ് കിട്ടുമ്പോഴത്തേക്കും എന്തായി, നമ്മുടെ അരവണ്ണം 30 കറക്റ്റ് ആവും.
ആ ഒരു ഇതിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതാ അതിൽ എന്താ പറയുക, ഡിവൈഡഡ് ബൈ 30. ഇനി ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, 154 30, അത് കഴിഞ്ഞ് ഡിവൈഡഡ് ബൈ 30. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കണക്ക് നോക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് നമ്മുടെ പ്ലേറ്റ് ഇൻടേക്ക് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 30, 4.13 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 4.13 എന്നുള്ളത് ഇൻടേക്ക്. ഓക്കെ, പ്ലീറ്റ് ഇൻടേക്ക് ആയിട്ട് എടുക്കാം ഈ ഒരു സംഭവം. മനസ്സിലാവില്ല? ഇതാണ് പ്ലീറ്റ് ഇൻടേക്ക്. ഈ 2 ആണെങ്കിലും ഇൻടേക്ക് വ്യത്യാസം വരും, 3 ആണെങ്കിൽ ഇൻടേക്ക് വ്യത്യാസം വരും, അതേപോലെ പ്ലീറ്റിൻ്റെ എണ്ണവും വ്യത്യാസം വരും. ഇതൊക്കെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി മാറ്റി കൊടുക്കണം. ഇപ്പോൾ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 30 പ്ലീറ്റ് ആകുമ്പോഴത്തേനും കറക്റ്റായിട്ട് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതേപോലെ നോക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇൻടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്രയാണ് പ്ലീറ്റ് സൈസ് വരുന്നത്? പ്ലീറ്റ് സൈസ് വരുന്നത് 1 ഇഞ്ച്, ഇൻടേക്ക് വരുന്നത് 4.13. ഇതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക, സ്കേർട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഫോർമാറ്റ്. ഈ ഒരു സംഭവം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയും നമുക്ക് തെറ്റിപ്പോവുകയില്ല. ആ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ആ ഒരു പ്ലേറ്റിൻ്റെ സൈസ് ഇങ്ങനെ എന്താ പറയുക, ഒരേപോലെ കിട്ടും. നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ആക്കി എടുത്താൽ മതി. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ 4 മീറ്റർ ക്ലോത്ത്. ഓക്കെ, സ്കേർട്ടിൻ്റെ 4 മീറ്റർ ക്ലോത്താണ് ഞാൻ കട്ട് ചെയ്തിട്ട്. കണ്ടില്ലേ, ബോർഡറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത സംഭവമാണ്. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, 2 ഇഞ്ച് ഇവിടെ ഈ ഒരു അറ്റത്ത് 2 ഇഞ്ച് ഞാൻ ആദ്യമേ വരച്ചിട്ട് സീം അലവൻസ് എന്നുള്ള രീതിക്ക് വരച്ച് വെക്കുകയാണ്. ഇതാ ഇവിടെ 2 ഇഞ്ച് ആദ്യമേ കൊടുക്കണം. ഇവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോയത്. ഇതാ ഇവിടെ ഇതെങ്ങനെയാണ് ഈ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് വരിക എന്നൊക്കെയുള്ള ഫുൾ ഡൗട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ ഇവിടെ കണ്ടില്ലേ, ഇത് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അത് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് നമ്മുടെ പ്ലീറ്റ് സൈസ്. ഓക്കെ, 1 ഇഞ്ച് പ്ലീറ്റ് സൈസ്. അത് കഴിഞ്ഞിട്ട് 4.13 എന്നുള്ളത് 4 നോക്കിയിട്ട് കണ്ടില്ല, കറക്റ്റായിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ ഒരുപാട് കൂടുതലാവരുത്. 4.5 ഉള്ളിലിരിക്കണത്. ഇതാ ഇവിടെ ഇങ്ങനെ കറക്റ്റ് സൈസിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്ത് പോവുക. തറയിൽ വെച്ച് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആരും കാണാനൊന്നും പോകുന്നില്ല. അപ്പോൾ എനിക്കിത് മാർക്ക് ചെയ്ത് ചെയ്യുമ്പോഴാണ് എളുപ്പമായിട്ട് തോന്നിയത്. അല്ലാണ്ട് ഒരെണ്ണം ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ടഫായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക, ചോക്ക് എടുത്ത് നമ്മൾ മൊത്തത്തിൽ ഇതേപോലെ പ്ലീറ്റ് സൈസ്, ഇൻടേക്ക്, പ്ലീറ്റ് സൈസ്, ഇൻടേക്ക് എന്ന് പറഞ്ഞിട്ട് 1 by 1 ആയിട്ട് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് പോക്കോ. അതായിരിക്കും എളുപ്പം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇനിയിപ്പോൾ ഇത് പിൻ ചെയ്ത് കൊടുക്കണം. അതുമാണ് മെയിനായിട്ടുള്ളത്. ഇതേപോലെ പ്ലീറ്റ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടില്ല, ഇതേപോലെ വെക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതേപോലെ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്ലീറ്റ് ഈ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് എന്താവില്ല, കൺഫ്യൂഷൻ വരില്ല. കണ്ടില്ല, ഇതേപോലെ ഇങ്ങനെ എടുക്കുക, അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തെ എടുക്കുക, പിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് പ്ലീറ്റ് എടുക്കുക, പിൻ ചെയ്യുക. അല്ലെ സ്റ്റിച്ച് ചെയ്തിട്ടായാലും മതി, കുഴപ്പമൊന്നുമില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് പിൻ ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ വയ്ക്കുക, എന്നിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഞാൻ സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാണ്ടാവും. ആ 1 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ വരച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്ലീറ്റിൻ്റെ സൈസ് എവിടെയും തെറ്റൂല, ഇൻടേക്കും തെറ്റൂല. ഇൻടേക്ക് നമ്മൾ കൂടുതൽ കുറവൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്ലീറ്റ് കാണാനേ ഒരു വൃത്തികേടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് മെയിൻ ചെയ്യുക. ഒരു പാടുമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. അത് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് നീറ്റായിട്ട് ചെയ്യാമല്ലോ. വെറുതെ എന്താ പറയുക, ഒരു സുമാറ് വെച്ചിട്ടൊന്നും ചെയ്തിട്ട് കൊളാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് കുട്ടികളുടെ ആയാലും വലിയ ആൾക്കാരായാലും എല്ലാം ഈ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരേ സൈസ് തന്നെയാണ്. അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ഫോർമുല തന്നെയാണ് കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കെന്ത് ചെയ്യുക, ഇത് സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മിസ്സായി എന്നാണ് തോന്നുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇപ്പം നമ്മൾ പിൻ ചെയ്തില്ലേ, ആ പിൻ ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, കണ്ടില്ലേ? ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി നമ്മൾ ഈ ഒരു സീം അലവൻസ് എടുത്ത സംഭവം ഉണ്ടല്ലോ, ഈ തയ്യൽ തുമ്പ് എടുത്തത്, അത് നമ്മളൊന്ന് മടക്കിയിട്ടൊന്ന് തയ്ക്കണം. അത്രയും നമുക്ക് ആവശ്യമില്ല, കണ്ട ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് അകത്തേക്ക് തയ്ക്കണം. കാരണം ഒരുപാട് ബെൽറ്റ് സൈസ് ഒരുപാട് ഓവർ ആവരുതല്ലോ. 1 ഇഞ്ചൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, അവിടെ നമ്മൾ എന്തായാലും കെട്ടിട്ട് കൊടുക്കും. ഇനി നമുക്ക് ബെൽറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് 4 ഇഞ്ച് വലിപ്പത്തിലുള്ള ബെൽറ്റാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് നമ്മുടെ അരവണ്ണത്തിനനുസരിച്ചിട്ട്. ഓക്കെ, ഈ ഒരു വിടുത്താണ് പറഞ്ഞത് 4 ഇഞ്ചാണ് എടുത്തത്. ആ ഒരു പച്ച കളറിൽ ബോർഡർ എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വൈറ്റ് നിങ്ങൾ മാച്ചായിട്ട് വെക്കുക, അതൊന്നും കുഴപ്പമില്ല. ഞാൻ കളറൊന്നും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ജസ്റ്റ് ഇതേപോലെ ഈ മോശം വശത്ത് വെച്ചിട്ട് ആദ്യം ഈ എന്താ പറയുക, നമ്മളെ ബെൽറ്റ് താഴത്ത് നമ്മുടെ സ്കേർട്ടിൻ്റെ ഈ ഒരു പ്ലീറ്റ് ഇട്ടത് നല്ല വശം മേലെ ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇതിലൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. കാരണം പറഞ്ഞിട്ടാകുമ്പോഴത്തേനും ഓവറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അങ്ങനെ ഓവറായിട്ട് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ജസ്റ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അറ്റം വരയ്ക്കും ഈ ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ നല്ല വശത്തോട്ടേക്ക് മടക്കി ആ ഒരു ബോർഡർ എന്ത് ചെയ്യുക, ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ജസ്റ്റ് ഇതേപോലെ ഈ അറ്റം വരയ്ക്കും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു അറ്റത്ത് കണ്ടില്ലേ, ഈ ഒരു സംഭവം ഒന്ന് അകത്തേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ മേലെ ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല വശത്തേക്ക്, ഇത് കാണുമ്പോൾ മനസ്സിലാവും നല്ല വശത്തേക്കാണ് ഇത് മടക്കി എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോഴാണ് കാണാൻ വൃത്തിയായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലീറ്റൊക്കെ ഇതേപോലെ പ്രസ് ചെയ്തൊന്ന് കൊടുക്കും ഫുള്ളായിട്ട്. എന്നിട്ട് മാത്രമേ സൈഡ് സ്റ്റിച്ച് ചെയ്യുള്ളൂ കേട്ടോ. ആ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി, കാരണം ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് അതല്ല. നിങ്ങൾക്ക് ആ കാൽക്കുലേഷൻ ക്ലിയർ ചെയ്യണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ആ ഒരു അയണിങ്ങിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം. കാരണം അത്രയും നീറ്റായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം പൊള്ളിയായിട്ടുണ്ടാവും. ഇതാണ് ധാവണിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ വീഡിയോ പഫ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടിടാം. പിന്നെ അതുമല്ല, മുന്നേ ഞാനൊരു സ്കേർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.